എനിക്ക് ധ്യാനിനെ സംബന്ധിച്ചിടത്ത് എനിക്ക് ഉത്തരങ്ങളൊന്നും പറയാൻ എനിക്ക് താല്പര്യമില്ല. ധ്യാൻ ഇഷ്ടമുള്ള പോലെ സംസാരിക്കട്ടെ, പറയട്ടെ. എന്താന്ന് വെച്ചാൽ ധ്യാന്റെ ഇന്റർവ്യൂവിന്റെ ഒക്കെ ഭയങ്കര ആരാധകനാണ് ഞാൻ, ഉള്ള കാര്യം പറയാലോ. അപ്പൊ അതുകൊണ്ട് അവന് പറയാനുള്ളത് അവൻ പറയട്ടെ, അവന് സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ അവൻ ചെയ്യട്ടെ. ഞാൻ അതിനെ കുറിച്ച് ഇനി വല്ലതും പറഞ്ഞ് അവൻ ഇനി വേറൊരു ഇന്റർവ്യൂവിൽ പോയിട്ട് എന്നെ കുറിച്ച് കൂടുതൽ പറഞ്ഞു പിന്നെ ഇത് വഷളാക്കാൻ എനിക്ക് താല്പര്യമില്ല. അവന്റെ ഇഷ്ടം എന്താന്ന് വെച്ചാൽ അവൻ ചെയ്യട്ടെ. കുഞ്ഞിരാമായണത്തിന് ശേഷം ഉടനെ ഒരു അർജുൻ റെഡ്ഡി ആയിട്ട് ധ്യാൻ ശ്രീനിവാസനെ വരുന്ന ഒരു സിനിമ ഞങ്ങൾക്ക് ബേസിൽ നിന്ന് പ്രതീക്ഷിക്കാമോ? ഞാൻ ഈ ചോദ്യത്തിനൊന്നും ഞാൻ ഉത്തരം പറയില്ല. ധ്യാൻ എന്നുമായിട്ട് ധ്യാൻ എന്ന് പറയുന്ന ഒരു ഹോട്ട് ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ടെൻഷനാണ്, പേടിയാണ്. ധ്യാൻ, യു ആർ അണ്ടർ റിസ്ക്. ഈ സംവിധായകൻ ഇനി അധികം അടുപ്പിക്കാൻ സാധ്യത ഞാൻ കാണുന്നില്ല. ധ്യാന്റെ ഫാൻസ് ചിലപ്പോ ഒന്നും ഇഷ്ടപ്പെട്ടൊന്നും വരില്ല. ഞാൻ അടക്കമുള്ള ഫാൻസ്. ഞാനും ഫാനാണ്. എന്നെക്കാളും വലിയ ഫാനാണ് എന്റെ വൈഫ്. എന്റെ പൊന്നു അവള് എല്ലാം പുതിയ ഇന്റർവ്യൂ എല്ലായിടത്തും കാണും, എല്ലാം കാണും. നിങ്ങളുടെ അതും ഞാൻ കണ്ടിട്ടുണ്ട്, ഇറങ്ങിയപ്പോ തന്നെ കണ്ടു. ഞാൻ കാണണമെന്നില്ല, എനിക്ക് പലരും അതിന്റെ ലിങ്ക് അയച്ചു തന്നായിരുന്നു. എല്ലാവരും ഞങ്ങൾ കാണിച്ചിരിക്കും, അത് നിർബന്ധം. ലിങ്ക് എനിക്ക് അയച്ചു തന്നു, അതിന്റെ തമ്മനയിലൊക്കെ കണ്ടായിരുന്നു ഞാൻ അറിയുന്നുണ്ടല്ല. ഇപ്പൊ ഈ ഇടയില് ഫേസ്ബുക്കിൽ നിങ്ങൾ അതിന്റെ സ്നിപ്പറ്റ് 4 മിനിറ്റ് എടുത്തിട്ടുണ്ട്. ശ്രീനിവാസൻ കുടുംബം ഞങ്ങളുടെ ബിഹൈൻഡ് സൈസിന്റെ ഐശ്വര്യാണ്. ഞങ്ങളവിടെ വലിയ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. നിങ്ങളൊരു പ്രത്യേക ഒരു വരുമാനം എല്ലാ വർഷവും കൊടുക്കണം. ധ്യാന്റെ ഒരു ഇന്റർവ്യൂ കിട്ടിയാൽ മതിയല്ലോ, 4 മാസത്തേക്ക് ശമ്പളം കൊടുക്കാനുള്ള ഞങ്ങൾ ഉണ്ടാക്കും. ഓക്കെ, വൺ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഒഴിവുവേളകൾ ആനന്ദകരമാക്കാൻ ബേസിൽ ജോസഫ് എന്താണ് ചെയ്യാറുള്ളത്? സിനിമ കാണും, യാത്ര പോകും. അതാണ് മെയിനായിട്ട്. സിനിമ കാണുന്നത് പിന്നെ നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ടും അല്ലാതെയൊക്കെ സിനിമ കാണുമല്ലോ. അത് ഒഴിവ് സമയത്തും കാണും, വർക്കിന്റെ ഭാഗമായിട്ടും കാണും, ഒക്കെ കാണും. അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ കറങ്ങാൻ പോകും, വണ്ടിയൊക്കെ എടുത്തോ അല്ലെങ്കിൽ കുറച്ച് ദൂരെയോ എവിടെയെങ്കിലൊക്കെ പോയി. അതാണ് മെയിൻ. ലാലേട്ടനെയോ മമ്മൂക്കയോ വെച്ച ഒരു പടം ചെയ്യാനുള്ള പദ്ധതികൾ മനസ്സിലുണ്ട്? ഒന്നുമില്ല. എന്തെങ്കിലും പറഞ്ഞോ? ഒന്നില്ലേ യെസ് പറയാല്ല, നോ പറയാം. യെസ്, ഉറപ്പായിട്ടുണ്ട്. അല്ല, ഇതിപ്പോ ഇവർ രണ്ടുപേരും നമ്മൾ ചെറുപ്പം മുതലേ കണ്ടു വരുന്ന ആൾക്കാരല്ലേ. അത്രേ ഉള്ളൂ. അപ്പൊ ഇവരെയൊക്കെ വെച്ച് സിനിമ ചെയ്യാന്ന് പറയുന്നത് ആർക്കാണ് ആഗ്രഹം ഇല്ലാതിരിക്കുക? ഉറപ്പായിട്ടുണ്ട്, അതിലൊരു സംശയമില്ല. അവർക്ക് പറ്റിയ നല്ല കഥ കിട്ടുക എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാന്നുള്ളതിലൊരു കാര്യമില്ല. നമ്മൾ ചെയ്യുമ്പോൾ അത് വൃത്തിയായിട്ടുള്ള ഒരു കാര്യം തന്നെ ചെയ്യണം, അത്രേ ഉള്ളൂ. അതായത് ഇത് ചെയ്യണം, അത്രേ ഉള്ളൂ. എന്തെങ്കിലും പ്രതീക്ഷിക്കാം, ഉറപ്പായിട്ടും, തീർച്ചയായിട്ടും. ചില പടങ്ങളോട് നോ പറയാനുള്ള ധൈര്യം അന്നും ഇന്നും എന്നും ഉണ്ട്.